ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ്. സാധാരണ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ അരിയുടെ കൂടെ ഉഴുന്ന് ചേർത്തിട്ടാണ് അരയ്ക്കുക. ഇവിടെ നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല, പകരം കടലയാണ് ചേർക്കുന്നത്. നമ്മൾ പുട്ടിനൊക്കെ കറി ഉണ്ടാക്കുന്ന കടലയില്ലേ, ആ കടല ചേർത്തിട്ടാണ് നമ്മൾ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് കടലയും എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചരിയാണ്, ഇഡ്ഡലി അരിയൊന്നുമല്ല, സാധാരണ പച്ചരിയാണ്. അതൊരു 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. 4-5 മണിക്കൂർ കുതിർത്താൽ മതി. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കടലയാണ്, കടല വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഒരു 5-6 മണിക്കൂറൊക്കെ വേണം, എന്നാലേ മിക്സിയിൽ അരയുള്ളൂ. 4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/4 കപ്പ് കടല കുതിർന്ന് വന്നപ്പോൾ ഒരു 1/2 കപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ചോറ്, ഞാൻ മട്ടരിയുടെ ചോറാണ് എടുത്തത്, ഏത് ചോറായാലും കുഴപ്പമില്ല. 1/4 കപ്പ്, അപ്പോൾ 1/2 കപ്പ് അരി, 1/4 കപ്പ് കടല, 1/4 കപ്പ് ചോറ്. അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ആവശ്യത്തിന് വെള്ളം, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ദോശയാണല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, നമ്മൾ ദോശ ചുടാൻ സമയമാകുമ്പോൾ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവേണ്ടത്. അടച്ചു വെച്ചു. ഇനി നമുക്ക് രാവിലെ നോക്കാം. ഞാൻ ഓവർനൈറ്റാണ് വെച്ചത്, തലേദിവസം രാത്രി അരച്ച് വെച്ചിട്ട് ഇത് നമ്മൾ രാവിലെ തുറക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ദോശ ചൂടാ. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കണ്ട. സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ദോശയായിട്ട് വരും. അതല്ല, ദോശ ചുടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഉഴുന്ന് ചേർത്ത ദോശ ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനത്തെവർക്കും ഈ ദോശ ഇഷ്ടമാവും. ഉഴുന്ന് ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ ഉലുവ കൂടി ചേർക്കാറുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചോറും കടലയും അരിയും മാത്രം ഉണ്ടായാൽ മതി. ക്രിസ്പി ആയിട്ടുള്ള ദോശ. ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ് കേട്ടോ. ദോശ ഒന്നിങ്ങ് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ സാധാരണ പോലെ ദോശ ചുട്ടെടുത്താൽ മതി, വ്യത്യാസമൊന്നുമില്ല. ചില ആൾക്കാർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണമെന്നില്ല അതിന്. വെറുതെ ഇങ്ങനെ ദോശ ക്രിസ്പിയായിട്ട് ചുട്ട് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. ഈ സെയിം ഇത് തന്നെ ഞാൻ ഇഡ്ഡലി ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കളർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കളറ് കാണുന്നത് കടലയുടെ കളറാണ്. കടല നമ്മൾ തൊലിയൊന്നും കളയാതെയാണല്ലോ അരയ്ക്കുന്നത്, അപ്പോൾ അതിൻ്റെയാണ്. അതൊരു പ്രശ്നമാക്കണ്ട. ഉഴുന്നാകുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ദോശയായിരിക്കും. അപ്പോൾ അത് നമ്മളിവിടെ പ്രതീക്ഷിക്കരുത്. കടലയുടെ ആ കളർ എന്തായാലും വരും. ഒരു 1/2 കപ്പ് അരി, 1/4 കപ്പ് കടല, 1/4 കപ്പ് ചോറ്. ഈ അളവുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 7 ദോശയാണ് ഉണ്ടാവുക. ഈ വലുപ്പത്തിലുള്ള 7 ദോശയാണ് ഉണ്ടാവുക. ഒരു സാധാരണ 2-3 ആൾക്കാരുള്ളൊരു വീടാണെങ്കിൽ ഈ അളവിൽ തന്നെ എടുത്താൽ മതി. ഞാൻ മൊത്തം ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്